ഹലോ, ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ചമ്മന്തി, സാമ്പാർ, ചായ. അനിയത്തിയാണ് കേട്ടോ സാമ്പാർ വെച്ചത്. അടിപൊളി സാമ്പാറായിരുന്നു. ഉച്ചയ്ക്ക് അമ്മ കപ്പയും ബീഫും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ലഞ്ചിന് ഇത് തന്നെ മതി, ഇനി ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അച്ഛൻ ഇത് കഴിച്ചിട്ട് അച്ഛൻ വേഗം ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പോൾ ഞാനും അമ്മയും ലച്ചു മാത്രമേ ഉള്ളൂ. അനിയത്തി പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മ നമുക്കൊന്നും കൂടി ഉപ്പിട്ട് ഇളക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുറച്ച് ഉപ്പും കൂടിയിട്ട് അങ്ങോട്ട് ഇളക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇതിനെ കുത്തി ഉടച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കുന്ന കപ്പയിറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിപ്പോൾ ഓർക്കും വരെ എൻ്റെ നാവിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത് എവിടെയും കിട്ടില്ല കേട്ടോ ആ ടേസ്റ്റ്. പിന്നെ അമ്മ അയൽക്കൂട്ടത്തിനൊപ്പം ഞങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പള്ളിയിൽ പോയി, സെൻറ്റ് ഫ്രാൻസിസ് ചേർച്ച്. ഇവിടെയാണ് നമ്മളന്ന് പെരുന്നാളൊക്കെ നടന്നില്ലേ. അപ്പോൾ ലച്ചു ഇതുവരെ പള്ളിയുടെ അകത്ത് കയറിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പള്ളിയുടെ അകത്തൊക്കെ ഒന്ന് കയറി വരാമെന്ന് വിചാരിച്ചു. അമ്മ അയൽക്കൂട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ നേരെ താഴത്തിറങ്ങി അമ്മയുടെ കൂടെ ഇങ്ങോട്ട് പോന്നു. 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ദേ പള്ളിയുടെ അകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ. അവിടെ എന്തോ പരിപാടി നടക്കുക. ഇതൊരു സ്കൂളാണ് കേട്ടോ, സെൻറ്റ് ജോവാക്കിൻ സ്കൂളാണ്. അപ്പോൾ അതേ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. വൈകുന്നേരങ്ങളിൽ അങ്ങനെ പള്ളിയിൽ പരിപാടി വരാറില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് പഴയ പാരിഷ് ഹോൾ. പിന്നെ ഞങ്ങൾ നടന്ന് പോവുക. ഇതാണ് ചിമിത്തേരി കേട്ടോ. ഇനി പള്ളിയുടെ പുറകുവശം കൂടെ ഞങ്ങൾ കാണിച്ചു തരാം. അതായത് സൈഡ് അവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഇത് പുതിയ പാരിഷ് ഹോളാണ്, അനുഗ്രഹ എന്നാണ് കേട്ടോ. AC ഹോളൊക്കെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ലച്ചിന് സങ്കടമായി അകത്ത് കയറാൻ പറ്റാത്തതിൽ. വീണ്ടും ഇനി വരാലോ. പിന്നെ അതേ അമ്മയുടെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ ഈ സാരി. അടിപൊളിയല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അതേ ചെയ്തുകൊണ്ട് അമ്മ ചക്ക കൊടുത്തിട്ടുണ്ടായി, അത് കുറച്ച് കഴിച്ചു. അനിയത്തിയുടെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്തതാണ് ഇത്. അപ്പം അത് ലച്ചുവിന് കൊടുത്തു. ഈ ചോക്ലേറ്റ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഈ പള്ളിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ.